അത് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നതും. കാരണം പരാതിക്കാരിക്ക് മുഖ്യമന്ത്രിയെ കണ്ട് പരാതി കൊടുക്കാൻ അപ്പോയിന്റ്മെന്റിൽ ഡേറ്റും സമയവും കുറിച്ച് നൽകിയവർക്ക് ആ സമയത്ത് തന്നെ രാഹുലിനെ പൊക്കാമായിരുന്നു. രാഹുൽ പാലക്കാടുണ്ടായിരുന്നു. രാഹുലിനെ തൂക്കിയെടുത്ത് അകത്തിടാമായിരുന്നു. അതൊക്കെ ചെയ്യാതിരുന്നത് ഈ പറയുന്ന പരാതിക്കാരി എത്തുന്നത് വരെ, പരാതിക്കാരി ആ പരാതി കൊടുത്തു കഴിയുമ്പോൾ അത് വാർത്തയാകുന്നത് വരെ, അത് ചർച്ച ചെയ്യപ്പെടുന്നത് വരെ രാഹുലിന് ഒളിവിൽ പോകുവാൻ, രാഹുലിന് പാലക്കാട് നിന്ന് മാറി നിൽക്കുവാനുള്ള എല്ലാ രാഷ്ട്രീയ സാഹചര്യങ്ങളും അന്തരീക്ഷങ്ങളും ഒരുക്കി കൊടുത്തു എന്ന് മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസം ജാമ്യം നിഷേധിച്ചപ്പോൾ രാഹുൽ ഹൈക്കോടതിയിലേക്ക് പോകാൻ വേണ്ടി ജോർജ് പൂന്തോട്ടത്തിനെ വിളിക്കാൻ വേണ്ടി മൊബൈൽ ഓണാക്കിയപ്പോൾ അതിന്റെ ലൊക്കേഷൻ അടക്കം ട്രേസ് ചെയ്തിട്ടും രാഹുലിന്റെ രോമത്തിൽ തൊടാൻ ഇവർ സാധിച്ചില്ല എങ്കിൽ അത് കഴിവുകേടല്ല, അത് വേണ്ടെന്ന് വെച്ചിട്ടാ. രാഹുലിനെ കൂട്ടരുത് എന്നുള്ള നിർദ്ദേശമുണ്ട്, രാഹുലിനെ തൂക്കരുത് എന്നുള്ള നിർദ്ദേശമുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ രാഹുലിനെ തുടരുത്, അയാൾ അറസ്റ്റ് ചെയ്യരുത്, അതാണ് നിർദ്ദേശം. അത് മുകളിൽ നിന്ന് ആഭ്യന്തരമന്ത്രി കൊടുത്തതാണ്, നിങ്ങളുടെ രാജാവ് കൊടുത്തതാണ്. കാരണം രാഹുൽ വിഷയത്തിൽ ശബരിമല മുങ്ങണം, അയ്യപ്പന്റെ പൊന്ന് കട്ടത് മുങ്ങണം, പത്മകുമാർ പറഞ്ഞ പേര് മുങ്ങണം, അങ്ങനെ എല്ലാം മുങ്ങണം. അതിന് വഴിയെന്താ? രാഹുലിനെ പൊക്കരുത്, അത് തന്നെയാണ് വഴി.